ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഭജന ചൊല്ലാം മക്കളെ. നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടുന്നത്? ഈ ലോകത്തിലെ ഒന്നും തന്നെയല്ല മക്കളെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടത്. ഭഗവാനെ വേണം. അതിയായ ഭക്തി, ഭഗവാനിൽ ഭക്തി, പ്രേമമാകുന്ന അത്ര സ്നേഹത്തോട് നമ്മുടെ ഒരു പൊടിക്കുഞ്ഞ് എങ്ങനെയാ, അമ്മ എങ്ങനെയാ, അതുപോലെ പെറ്റ സമയം ആ പൊടിക്കുഞ്ഞ് കുറച്ച് വളരുന്നത് വരെ അമ്മ ഇല്ലാത്ത ജീവിതമുണ്ട് ആ കുട്ടിക്ക്. പിന്നെ പോകെ പോകെ കൂട്ടുകാരുമൊക്കെ ഒത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ അമ്മയെ പിരിഞ്ഞിരിക്കാനൊക്കെ പിന്നെ തയ്യാറെടുക്കും. അതിന് മുന്നേ എപ്പോഴും അമ്മയെ തന്നെ ഒട്ടിയിരിക്കാനേ തോന്നും. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മളും അതുപോലെ തന്നെയാണ്. പരമാത്മാവായ ഈശ്വരൻ, ലോകപിതാവും മാതാവോട് ചേർന്ന ശിവശക്തി, ആ ആ മാതാവായാലും പിതാവായാലും രണ്ടോടെ ചേർന്ന് ആ പരബ്രഹ്മത്തെ, ആ പരമാത്മാവിനെ നമുക്ക് മതി. അല്ല, നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും അറിഞ്ഞാൽ മതി. അവർ നമ്മളെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഭക്തി വളരണം, ദയ, കാരുണ്യം, ഈശ്വരനെ പോലെ ആകുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാം വളരണം. ഭഗവാൻ ലോകപിതാവ് വൻ വൃക്ഷമാണ്, ലോകത്തിൻ്റെ മൊത്തവും വൃക്ഷമാണ്, തണലേകുന്ന വൃക്ഷം. അപ്പം നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ കുടക്കീഴിലാണ്. നമ്മളെല്ലാ പക്ഷിയായാലും മൃഗമായാലും സസ്യങ്ങളും നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അപ്പം നമ്മളും ചിന്തിക്കണം, നമുക്ക് ഒരു വൃക്ഷം അത്ര ആയില്ലെങ്കിൽ ഒരു കൊച്ചു വൃക്ഷമെങ്കിലും ആകണ്ടേ. അതുകൊണ്ട് നമ്മൾ വളരണം. സ്നേഹം കൊണ്ട് വളരണം, ദയ കൊണ്ട് വളരണം. എല്ലാം ഈ ജീവിതങ്ങൾ മൊത്തം നമുക്കും വളർന്നേ പറ്റും. ഈ ലൗകികമായ ജീവിതത്തിലും വളരണം, ആത്മീയമായ പരമാത്മാവിൽ നമ്മൾ വിത്തുകളാണ്. ഇപ്പോൾ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്, അറിവില്ലാത്ത കുഞ്ഞുങ്ങൾ. നമ്മൾ വളർന്ന് അതായത് പ്രായം, ഒരു മനുഷ്യൻ ജനിച്ചിട്ട് മരണം വരെ നമ്മൾ വളരുമല്ലോ ഓരോ കാലഘട്ടത്തിൽ. അതുപോലെ നമ്മൾ അറിവിനും ഇങ്ങനെ വളരണം. ഭഗവാൻ ലയിക്കത്തക്കവണ്ണം, പിതാവിൽ ലയിച്ച് ഒന്നാകുന്നവരെ നമുക്ക് വളർന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരണം. അത് മാത്രം മതി നമ്മുടെ ചിന്ത. അപ്പോൾ എല്ലാം മറ്റുള്ളതെല്ലാം അതിലടങ്ങും. സ്നേഹമായാലും കരുണയായാലും നീതി ന്യായങ്ങളും സത്യസന്ധതയും ധർമ്മങ്ങളും, അതായത് അഹിംസ പരമോധർമ്മം, ഇങ്ങനെയുള്ള സർവ്വതും അതിലടങ്ങും. അത് മൊത്തം വന്നെങ്കിലേ നമുക്ക് വളർച്ച. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു വളർച്ചയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് പരമാത്മാവിൽ അതുപോലെ ഭഗവാന് ചേർന്ന ഒരു കുഞ്ഞായി മാറുന്നത്. നമ്മൾ അങ്ങനെ ഒരു കുട്ടിയാകണം. നമ്മളെല്ലാവരും ബ്രഹ്മവിത്തുകളാണ്. ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നതും വരെ നമ്മൾ വളർന്നണം. അതിനാണ് നമ്മൾ വളരണം കണ്ണാ എന്നുള്ള നാമം നമുക്ക് ചൊല്ലാം. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്കു തണൽ മരമാകണം, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. ആത്മാവിൽ ആനന്ദം നിറയ്ക്കുമ്പോൾ നമ്മൾ ബ്രഹ്മത്തിൽ ആ കുട്ടിയായിരിക്കുന്ന ആ വിത്ത് ആത്മാവിൽ ആനന്ദം ലയിക്കുക. അതാ പരബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നത് വരെ വളരണം. ആനന്ദം അനുഭവിക്കുന്ന എപ്പോഴാണ്? അപ്പോഴും നമ്മൾ പിതാവിനോട് ചേർന്ന് ലയിച്ചു. അച്ഛനും മക്കളും ഒന്നായി തീർന്നു. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 വല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം, ശുദ്ധിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം,
ക്ഷുത്തിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ. വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം, നല്ലൊരു വൃക്ഷമാകണം. പിന്നെയോ എന്നുവെച്ചാൽ എല്ലാവർക്കും തണലേകുന്ന ഒരു വൃക്ഷം. പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും നമ്മളാൽ എന്താ ഒക്കുന്ന ഒരു കരുണയാണോ, ഒരു ദയയാണോ, ഒരു നോട്ടം കൊണ്ടാണോ, ഒരു വാക്കുകൊണ്ടാണോ, ഒരു സ്നേഹം കൊണ്ടാണോ, എങ്ങനെയായാലും മറ്റുള്ളവർക്ക് ഫലപ്രദമാകണം. കായ്കളും കനികളും ഉള്ളൊരു വൃക്ഷമാകണം. അപ്പോൾ എന്താ, ഇതെല്ലാം ആ വൃക്ഷത്തിലുണ്ട്. കായും കനിയും എന്താ, അതിന് ദാഹം തീർക്കാൻ ജലമുണ്ട്, തണൽ ആശ്വാസം പകരാൻ തണലുണ്ട്, പിന്നെ വിശപ്പിന് അതിനകത്ത് ഫലങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളൊരു വൃക്ഷം നമ്മളാകുമ്പോൾ ആർക്കും ഒരു പക്ഷി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു മുറ്റത്തൊരു പാത്രത്തിൽ ഒഴിച്ച് അവിടെ വെച്ചാൽ ആ പക്ഷി കുടിച്ചോളും. അല്ലെങ്കിൽ ഒരു ഇറമ്പ്, ഇവിടെ എന്തെല്ലാം ഈ ലോകത്ത് എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ നമുക്ക് അല്പം ആഹാരം കൊടുക്കാം. അതല്ലെങ്കിൽ മനുഷ്യർക്ക് വിശന്ന് വന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം. ഒരു വാക്കുകൊണ്ട് ഒരു വിഷമിച്ച് വരുന്ന ഒരാളിന് ഒരു ആശ്വാസ വാക്കുകൊണ്ട് നമുക്ക് സാന്ത്വനിപ്പിക്കാം. ഇങ്ങനെ ഓരോരോ രീതിയിൽ ഒരു സ്നേഹത്തിൽ തലോടൽ, ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മളൊരു നല്ലൊരു മരമാകുന്നതാണ്. ഈശ്വരനോട് ചേർന്ന് നിൽക്കാൻ നമുക്കും അതിന് യോഗ്യത. ഈ യോഗ്യത ഇല്ലാത്തത്തോളം കാലം നമുക്ക് പരമാത്മയിലേക്കാൻ പറ്റൂ, പിതാവിനോട് ചേരാൻ പറ്റൂ. നമ്മൾ എന്നും എന്നും ഇങ്ങനെ വിത്തായി കൊള്ളരാത്ത, കാരണം ചില കൊള്ളരാത്ത വിത്തുകൾ അവിടെ കിടന്ന് ചീഞ്ഞ് ഈ ഭൂമിയിൽ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. അവിടെ നിന്ന് കരകയറാൻ പറ്റില്ല. എത്രയോ വിത്തുകൾ കിളിക്കാതെ പോകുന്നു. നമ്മൾ ഓരോ വിത്തുകൾ നോക്കുമ്പോൾ അറിയാം, ഈ വിത്ത് കിളിച്ചില്ലല്ലോ, ഇത് അളിവില്ലമായി പോയല്ലോ. അതുപോലെ നമ്മൾ നശിച്ചു പോകത്തില്ലേ? ആ വിത്ത് നമ്മൾ ഒരു വിത്ത് ഭഗവാൻ ഇവിടെ വിതച്ചാൽ നമ്മളത് എന്ത് ചെയ്യണം? നമ്മളത് നന്നായി കിളിർത്ത് നല്ലപോലെ ഫലം കായ്ച്ച് ഭഗവാനിൽ ചേരുക. അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ആകണം. അതിനാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, നമുക്ക് മറ്റൊന്നും വേണ്ട, ഭഗവാനോട് ചോദിക്കേണ്ട. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു വൃക്ഷമായി തീരുക. എല്ലാവർക്കും അത് സന്തോഷമാകുമെന്ന് ഞാൻ എൻ്റെ ഭക്തമക്കൾക്കത്, കാരണം ചില മക്കൾ എന്നെ പറയാം, അമ്മ പറയുന്നത് ശരിയാന്ന്. അത് പലരും ഇതിൻ്റെ നന്മ ഉൾക്കൊള്ളുക. ഞാൻ പറയുന്നത് എന്താണ്, ഇന്ന് ഈ ലോക ജീവിതത്തിൽ മാത്രം സുഖിക്കണം തോന്നുന്നവർക്ക് ഇത് ആശ്വാസം പകരത്തില്ല. നമ്മളൊരു യഥാർത്ഥ പൈതലാകുകയാണെങ്കിൽ, ഒരു ഈശ്വര പൈതലാണെങ്കിൽ അവർക്കെല്ലാം ഇത് സന്തോഷമായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം ഭക്തമക്കൾക്ക് ഒരിക്കലും ഇത് അരോചകമായി തോന്നുകയില്ല, ഇത് സത്യമാണെന്ന് തന്നെ തോന്നും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്തൊരു നാമം ചൊല്ലാം. കൃഷ്ണൻ നമ്മളെല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണർന്നെണീക്കും. പൊടി കുഞ്ഞുങ്ങൾ ഉണരാൻ താമസിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞെ ഉണരൂ എന്ന് നമ്മൾ പറയത്തില്ലേ, മക്കളെ ഞാൻ ഇന്നത് തരാം, മക്കൾക്ക് പന്ത് വേണോ കളിക്കാൻ, അല്ലെങ്കിൽ ആഹാരം എന്താ, നിനക്ക് എന്താ ഇഷ്ടപ്പെട്ട ആഹാരം, വെണ്ണ വേണോ, പാല് വേണോ, എന്താ വേണ്ട, മക്കൾ ഉണരൂ, അതെല്ലാം നിന്നെ ഞാൻ ഒരുക്കി തലമുടിയെ കെട്ടിച്ചീകി വൃത്തിയാമണം ആക്കി വെച്ച് നിനക്ക് നല്ല ഉടുപ്പും ഒക്കെ ഇട്ടുതരാം, എല്ലാം ചെയ്തു തരാം, മക്കൾ ഉണരൂ നമ്മൾ പലതും പറഞ്ഞല്ലയോ കുട്ടികളെ ഉണർത്തുന്നത്, അല്ലെങ്കിൽ പാട്ട് പാടി തരാം. ഇങ്ങനെയൊക്കെ നമ്മളും ഭഗവാൻ കൃഷ്ണനോട്, ഇങ്ങനെ പൊടി കുഞ്ഞായ കൃഷ്ണനോട് നമ്മൾ പറയുന്നത്, ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ, ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം, പട്ടുടയാടകളിടുവിക്കാം, മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ ഇടുവിക്കാം, പട്ടുടയാടകളിടുവിക്കാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും ഇടുവിക്കാം, കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം, മമഗാനം കേട്ടുണരേ. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും ഇടുവിക്കാം,
കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം, പട്ടുടയാടകളിടുവിക്കാം മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. യശോദാമ്മ കുഞ്ഞിനെ ഉണർത്തും. മക്കൾക്ക് ഞാൻ പിന്നെ വെണ്ണ തരാം, മുടി നന്നായി ചീകിക്കെട്ടി നല്ല മയിൽപ്പീലൊക്കെ വെച്ച് കുണ്ടലഹാരങ്ങൾ, കമ്മലും ഹാരം മാലയൊക്കെ അണിയിച്ച് തരാം, പട്ടുടയ നല്ല ഉടയാടെല്ലാം ഉടുപ്പിച്ച് തരാം. അതും പോരെങ്കിലോ അരയിൽ നല്ല കിങ്ങിണി, നല്ല സ്വർണ്ണമായിരുന്ന ആ കിങ്ങിണി അരഞ്ഞാണം ഇട്ട് തരാം, കാലിലോ ചിലമ്പും കെട്ടാം, എന്നാലും കൈകളിൽ പോരെങ്കിലോ വെണ്ണയും തരാം. എന്നാലും കുഞ്ഞേ നീ ഉണരൂ മക്കളെ എന്ന് പറയുന്നൊരമ്മ. ഞാനൊരു കാലം അങ്ങനെയായിരുന്നു മക്കളെ. അതുകൊണ്ടാണ് അന്നങ്ങനെ ഒത്തിരി വർഷങ്ങളായ ഒരു നാമമാണ്. ഞാനതൊക്കെ അന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എന്തോ അത് പറയാനൊന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ എനിക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. അന്നിതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനോട് ഇത്രയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും, ഭഗവാൻ എടുത്ത് തോളയിലിടും, തുണി കൊണ്ട് കുളിപ്പിച്ച് തോർത്തും, പിന്നെ കൊണ്ടുവന്ന് വയ്ക്കും, പിന്നെ മുത്തം കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് തോന്നും വട്ടാണെന്ന്, പക്ഷെ എനിക്കത് വട്ടൊന്നുമല്ല മക്കളെ. ഇപ്പോഴും തോന്നാം ചിലർക്ക് ഇതിനെപ്പറ്റി ഉൾക്കൊള്ളാൻ അറിയാത്തവർക്ക് അവർക്ക് വട്ടങ്ങാണ്ടാണെന്ന്. പക്ഷെ ഇതാണ് പ്രേമം, ഭഗവാനുള്ള ഒരു പ്രേമം, ഭക്തിയാകുന്ന പ്രേമം, പ്രേമമാകുന്ന ഭക്തി. ഇതിനിങ്ങനെ പറയാൻ പറ്റൂ. ഇത് വട്ടൊന്നുമല്ല, ഈശ്വരനോട്ടുള്ള ഒരു ലയം. ആ ഭഗവാൻ പരമാത്മാവായ പിതാവിൽ ലയിക്കുന്ന ഒരു നമ്മൾ വിത്തുകളാണെന്ന്. ആ വിത്തിൽ നിന്ന് നമ്മൾ വളർന്ന് പരമാത്മ ലയിക്കുന്ന ആ പരബ്രഹ്മത്തിലോട് ചേരുന്ന ഒരു വട്ട്. അതിന് വട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ വിളിച്ചു. നമുക്ക് എന്തോ വേണം, നമുക്ക് അനുഭവിച്ചാൽ പോരെ, ആനന്ദം അറിഞ്ഞാൽ പോരെ, അത്രയേ ഉള്ളൂ. എല്ലാ ഭക്തമക്കൾക്കും ഇങ്ങനെ ആകണം. എല്ലാവരും ഒന്നുപോലെ പോകില്ലല്ലോ. പടിപടിയായിട്ട് ഉയർന്ന് കുറേ ഇപ്പം ഓരോ 100 പേര് ഓടാൻ പോയാൽ ഒരാളെ ജയിക്കും, മുന്നിട്ട് ഒന്നാം റാങ്ക് കിട്ടുന്ന. അതുപോലെ ഏത് പരീക്ഷയ്ക്കും അങ്ങനെ എല്ലാവരും ഒരുപോലെ, ചിലപ്പോൾ 3 പേരും 1ാം റാങ്കോട്ട് വരുന്നവരും ഉണ്ട്. പക്ഷേ എന്നാലും മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ ആകത്തില്ല. ഓരോരുത്തരിങ്ങനെ ഈ വർഷം 10-30 പേര് ഓടിയാൽ അത് 1-2 പേര് റാങ്ക് എടുക്കും. അടുത്ത വർഷം വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പടിപടിയായിട്ട് ഉയർന്ന് താഴെ ഉള്ളവർ മുകളിലോട്ട് പോകാനുള്ള ആരോഹണത്തിൽ കയറി പോകണം. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിനി എന്താ ചെല്ലേണ്ടത്? ആനന്ദം. നമുക്കൊരു ആനന്ദം വേണ്ടേ? ഇതൊക്കെ ആനന്ദത്തിനാണല്ലോ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദമേ സർവം ആനന്ദമേ, പരമാനന്ദമേ സർവം ആനന്ദമേ. നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം. സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം. സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ,
ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. നമുക്ക് ആനന്ദം അനുഭവിക്കണം. അതിന് നമ്മൾ എന്ത് വേണം? വളരണം. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കും വളരണം. ഒന്നിന് മാത്രമല്ല, എന്താണ് ഈ ലോകത്തിലെ നന്മ എങ്ങനെ വന്നാലാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ വളർന്നു വരണം. എല്ലാം ഒന്നായി വന്നെങ്കിൽ മാത്രമേ ഒരേ ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ കാരണങ്ങളും. ഒരു കറി വയ്ക്കുമ്പോൾ അതിൽ ഉപ്പ് വേണം, മുളക് വേണം, അതിന് എന്തൊക്കെയാണ് വേണ്ടത്, ഇതെല്ലാം കൂടെ ചേർത്ത് ലയിച്ച് അതൊരു പരുവം, ഒരു പ്രത്യേക ഒരു രീതിയാകുമ്പോഴാണ് രുചികരമായ ഒരു കറിയായി മാറുന്നത്. അതുപോലെ നമ്മൾ പല പല കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത്. ഒറ്റ കാര്യം കൊണ്ടൊന്നും ആനന്ദം വരത്തില്ല. ഒരു കറി തേങ്ങ മാത്രം അരച്ചതിൽ കറിയാവത്തില്ല, ഉപ്പ് മാത്രം ഒഴിച്ചാൽ കറിയാവത്തില്ല. നല്ല രുചികരമായൊരു കറിയാകണമെങ്കിൽ എല്ലാം കൂടെ അതിനകത്ത് വന്ന് അത് ചേരുവകളെല്ലാം ചേർത്ത് അത് നല്ല ഒരു പരുവം, ഒന്നും കൂടാനും കുറയാനും പാടില്ല. അങ്ങനെ വന്ന് വരുമ്പോഴാണ് ഒരു ആ ലക്ഷ്യം എന്താ യഥാർത്ഥ നമ്മൾ മനസ്സിൽ കണ്ട ഒരു രുചിയുണ്ട്, ആ രുചിയായിത്തീരും. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്തണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യകാരണങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി നമ്മൾ അത് അങ്ങനെ വന്ന് നമ്മുടെ ഉള്ള മൊത്തം അങ്ങനെ എന്നാലേ നമുക്ക് പ്രസാദം, ഭഗവാന്റെ പ്രസാദം വരും. അങ്ങനെയാണ് നമ്മൾ തന്നെ ലയിക്കുന്നത്. അത് നമുക്ക് തന്നെ അറിയാം, എനിക്കെല്ലാം ഒത്തൊരുമയായി, ആ ഒരുമ എന്നിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത്. ദൈവ പൈതൽ എന്നാകണമെങ്കിൽ, കാരണം ദൈവത്തിൻ്റെ പൈതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുട്ടിയാണ്. ആ കുട്ടി അതുപോലെ ഭഗവാൻ എങ്ങനെയാണ് പരമാത്മാവ്, അതേ ആ ഒരു അനുഭവം, ആ ഒരു ആനന്ദം, അതാണ് ഈശ്വരൻ ആനന്ദമാണല്ലോ. ആ ആനന്ദം നമ്മൾ തന്നെ അറിയുമ്പോഴാണ്, നമ്മളെ തന്നെ അറിയുമ്പോഴാണ് നമ്മൾ ഇന്നാരാണ്, ഞാൻ യഥാർത്ഥ ദൈവപൈതലായി കഴിഞ്ഞു, നമുക്ക് തന്നെ അറിയാം. കാരണം ഒന്നിലും ഒരു കുറവില്ല. എന്ത് നോക്കിയാലും ഒരു കറി ഉപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കുറവുമില്ല. അപ്പോൾ നല്ല രുചിയുള്ളൊരു കറിയാണ്. ആനന്ദം വന്നില്ലേ, സന്തോഷമായില്ലേ? അതുപോലെ നമ്മളെ തന്നെ തിരിച്ചറിയും. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തൊക്കെ ആയി തീർന്നു, എനിക്ക് എന്നിൽ ചിന്തിക്കുമ്പോൾ എല്ലാം എനിക്ക് ഏകീകരിച്ചോ, ഞാൻ ഒന്നായി തീർന്നോ, എല്ലാം കൂടെ ചേർന്ന് ഒന്നായോ, ലക്ഷ്യം എത്തിയോ, അപ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും പരമപ്രദമായ ഭഗവാന്റെ ആ കൃപ ഒന്നായിട്ട് ചേർന്ന് ലയിച്ച് ഈശ്വരനോടൊപ്പം ചേർന്ന് ലയിക്കാം. അതാണ് ആനന്ദം. നമ്മളവിടെ എന്തെങ്കിലും ഒന്ന് രണ്ടോ കാര്യം മാത്രം പോരാ, എല്ലാം കൂടെ ചേരണം, എല്ലാം കൂടെ ചേർന്ന് ലയിക്കണം. ഒന്നും കൂടാനും കുറയാനും പാടില്ലാതെ ഒന്നായി വന്ന് ആസ്വദിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രികൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി.